നിങ്ങൾ രാവിലെ ഉണരുന്ന സമയത്ത് നിങ്ങൾ റിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ റിംഗ് ടൈറ്റ് ആണോ എന്ന് നോക്കി അറിയാം. നിങ്ങൾക്ക് ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ ഗ്രോ ചെയ്യുന്ന ഷുവറാണ്. ക്രോണിക് ഇൻഫ്ലമേഷൻ മനുഷ്യന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്, നിസ്സംശയം. അത് പലർക്കും അറിയില്ല എന്നുള്ള ഒരു സത്യമാണ്. ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ, ഓട്ടോ ഇമ്മ്യൂണിറ്റി, ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങളാണ് മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. നമ്മൾ കരുതുന്നത് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതെന്നാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ അകത്ത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയും ലഘൂകരിച്ച് കാണുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഈ സയന്റിഫിക് എന്നുള്ള വാക്ക് പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇന്നത്തെ കാലത്ത്. കാരണം അപ്പൊ തന്നെ നോക്കിയാൽ ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ സ്റ്റഡി ചെയ്തോന്നൊക്കെ ചോദിച്ചു. ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ സ്റ്റഡി ചെയ്യാത്ത ഒരു സാധനവും വായിക്കകത്തോട്ട് കയറ്റാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ നാട്ടിൽ. അതാണ് സയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സയൻസ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീപ്പറായിട്ട് സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന എങ്ങനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ ഉണ്ടാവുന്നത്. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് എനിക്ക് മനസ്സിലായത് ഇതിനൊക്കെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ലീക്കി ഗട്ടാണെന്നും ഈ ലീക്കി ഗട്ടുള്ള ആൾക്കാരിൽ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്ലഡ് സ്ട്രീമിനകത്ത് കടക്കുന്നുള്ളതും ഈ ബ്ലഡ് സ്ട്രീമിനകത്ത് കടക്കുന്നതോടുകൂടി നമ്മുടെ എൻ്റെ ഇമ്മ്യൂൺ സെൽസ് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. ഒരു മെഷീൻ ഗൺ AK-47 പോയിട്ട് അവന്മാരെ തിരഞ്ഞു പിടിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷെ അത് വൈറസോ ബാക്ടീരിയ ഒന്നും ആവണമെന്നില്ല. അതെ, ചില പാർട്ടിക്കിൾസ് ആയിരിക്കാം. അതെ, അത് മൊത്തത്തിലുള്ള ആ ഒരു ഏരിയ മുഴുവൻ തകർക്കുന്ന, ചുറ്റും വെടിവെച്ചാലത്തെ അവസ്ഥ അറിയാമല്ലോ. ഇത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇൻഫ്ലമേഷൻ ആയിട്ട് മാറുന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എവിടുന്നാണ് ലീക്ക് ഗട്ട് വരുന്നത് എന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം. ശരി, അപ്പം ഗട്ടിലേക്ക് ഇറങ്ങി നോക്കി. ഗട്ടി നോക്കുന്ന സമയത്താണ് ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് അതിന്റെ 100% കോസേഷൻ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ദർ ഈസ് എ റിലേഷൻ.